ഹലോ മക്കളെ, എല്ലാവരും ഇതാക്കിയും എക്സാമിന് വേണ്ടി അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈലം നിങ്ങളെ നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സൈലത്തിൻ്റെ ഓൺലൈൻ ക്രാഷ്, ഓഫ്ലൈൻ ക്രാഷ്, അതുപോലെ തന്നെ 100 ക്വസ്റ്റ്യൻ സീരീസ്, ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊരു വിദ്യാർത്ഥിയും എക്സാമിനെ അഭിസംബോധന ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എക്സാം പാറ്റേൺ തന്നെയാണ്. എക്സാം പാറ്റേൺ മനസ്സിലാക്കി ആ പറയുന്ന പാറ്റേൺ അനുസരിച്ച് വേണം ഏതൊരു വിദ്യാർത്ഥിയും അവൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഈ കാണുന്ന വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ എങ്ങനെയാണ് കീം എക്സാം പാറ്റേൺ എന്നും, അതായത് മാറി വന്ന പാറ്റേൺ നമ്മൾ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആദ്യമായിട്ട് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ പാറ്റേൺ തന്നെയാണ്. 2 സമയങ്ങളിലായിട്ടാണ് എക്സാം നടത്തിയിരുന്നത്, രാവിലെയും ഉച്ചയ്ക്കും. രാവിലെ ഫിസിക്സ് കെമിസ്ട്രിയും, ഉച്ചയ്ക്ക് ശേഷം മാത്സും. അങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി 120 ക്വസ്റ്റ്യൻസ്, മാത്സ് 120 ക്വസ്റ്റ്യൻസ്. സോ മൊത്തമായിട്ടൊരു 240 ക്വസ്റ്റ്യൻസ് ആണ് ഒരു വിദ്യാർത്ഥി എക്സാമിനേഷൻ എഴുതിയിരുന്നത്. പക്ഷെ ഇപ്പോൾ ആകെ തന്നെ പാറ്റേൺ മാറി. മൊത്തമായിട്ട് നമുക്ക് വരുന്നത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും കൂടി 150 ക്വസ്റ്റ്യൻസ്. ഇതിലെ ഫിസിക്സ് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് 45 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി ആണെങ്കിൽ 30 ക്വസ്റ്റ്യൻസ്, മാത്സ് ആണെങ്കിൽ 75 ക്വസ്റ്റ്യൻസ്. ആകെത്തുക 150 ക്വസ്റ്റ്യൻസ്. ഈ പറയുന്ന 150 ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തമായിട്ട് വരുന്നത് 180 മിനിറ്റ് മാത്രമാണ്. 150 ക്വസ്റ്റ്യൻസ് ഇൻ 180 മിനിറ്റ്സ്. ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ. മുമ്പ് നമുക്ക് പ്രോബ്ലത്തിൻ്റെയും തിയറിയുടെയും പേപ്പർ എല്ലാം തന്നെ സെപ്പറേറ്റ് ആയിരുന്നു. മാത്സ് ആണ് നമുക്ക് ഇന്ന് പ്രോബ്ലം പേപ്പർ വരുന്നത്, അത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കൃത്യമായിട്ട് ഫുൾ ടൈം ഇന്ന് പ്രോബ്ലം ചെയ്യുന്നു. രാവിലെയാണ് നമുക്ക് എന്താണ് കമ്പാരിറ്റീവ്ലി തിയറി പേപ്പേഴ്സ് ആയിട്ടുള്ള കെമിസ്ട്രി ഫിസിക്സും ഉണ്ടായിരുന്നു. വളരെ സുഖമായിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു നമുക്ക് രാവിലത്തെ എക്സാമിനേഷൻ. പക്ഷേ ഇപ്പോൾ എല്ലാം തന്നെ മാറി. പ്രോബ്ലം തിയറിയും എല്ലാം ഒന്നിച്ചു വരുന്ന സാഹചര്യം. ഈ ഒരു നിമിഷം ഏതൊരു വിദ്യാർത്ഥിയും വളരെ സൂക്ഷിച്ച് വേണം എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടി. നമ്മൾ തിയറി ക്വസ്റ്റ്യൻസ് തന്നെ വേണം ആദ്യം ആൻസർ ചെയ്യാൻ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു ക്വസ്റ്റ്യന് നമുക്ക് 4 മാർക്കാണ് ഉണ്ടാവുക. അത് പ്രോബ്ലം ചെയ്താലും തിയറി ചെയ്താലും എല്ലാത്തിനും നമുക്ക് എന്താണ് ഈക്വൽ വെയിറ്റേജ് തന്നെയാണ് 4 മാർക്കായിരിക്കും ഉണ്ടാവുക. ശരി ഉത്തരം നൽകുമ്പോൾ നമുക്ക് 4 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് മാർക്കും ഉണ്ടാകും. സോ ഈ ഒരു കാര്യം എല്ലാവരും എന്തായാലും ഓർത്തു വെക്കണം. നെഗറ്റീവ് മാർക്കിംഗ് സ്കീം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്. നെഗറ്റീവ് മാർക്കിൻ്റെ കാര്യം എല്ലാവരും മനസ്സിൽ സൂക്ഷിക്കുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഞാൻ ക്വസ്റ്റ്യൻ വിട്ട് കളഞ്ഞു, ഞാനൊന്നും ചെയ്തില്ല, ശരിയായില്ല തെറ്റുമായില്ല. അങ്ങനെ നിങ്ങൾക്ക് ആ കാണുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് 0 എന്നാണ് മാർക്ക് ചെയ്യുക. മാർക്ക് ഒന്നും തന്നെ പോവുകയുമില്ല, ലഭിക്കുകയും ഇല്ല. ഈ രീതിക്ക് എക്സാം പാറ്റേൺ വരുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, പ്രോബ്ലം ആയാലും തിയറി ആയാലും ഒരേ മാർക്ക് തന്നെയാണ് ഉണ്ടാവുക. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം തന്നെ തിയറി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും സമയം പോകുന്നത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. മാത്സിൽ 1, 2, 3 പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമുക്ക് സമയം എടുക്കുമ്പോൾ ഈ കാണുന്ന സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരിക്കലും ഇതിൻ്റെ അർത്ഥം മാത്സ് ചെയ്യണ്ട എന്നല്ല. മാത്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പക്ഷേ നമുക്ക് ആദ്യം ഫിസിക്സും കെമിസ്ട്രിയിലും മാർക്ക് നല്ല രീതിക്ക് ഉയർത്താനും വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം കെമിസ്ട്രി വേണം എഴുതാനായിട്ട്. കമ്പാരിറ്റീവ്ലി ഒരുപാട് തിയറി വരുന്ന കെമിസ്ട്രി പേപ്പർ 30 ക്വസ്റ്റ്യൻ മാത്രമാണ് വരുന്നത്. ഈ പറയുന്ന 30 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇതിന് നിന്നാണ് നിങ്ങൾ ഫിസിക്സിലേക്ക് നീങ്ങുക, 45 ക്വസ്റ്റ്യൻസ്. അതിനുവേണ്ടി കൃത്യമായൊരു ടൈം ബൗണ്ട് വെക്കുക തന്നെ വേണം. കാരണം ഫിസിക്സും കെമിസ്ട്രിക്ക് വേണ്ടി മൊത്തം സമയം ചെലവഴിക്കുകയല്ല വേണ്ടത്, നമ്മൾ മാത്സിന് വേണ്ടി സമയം ചെലവഴിക്കണം. 90 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെലവഴിച്ചുകൊണ്ട് നിങ്ങൾ മാത്സിലേക്ക് നീങ്ങണം. ബാക്കി അടുത്ത 90 മിനിറ്റ്, നെക്സ്റ്റ് 90 മിനിറ്റ്സ് നിങ്ങൾ എന്താണ് കംപ്ലീറ്റ്ലി മാത്സിന് വേണ്ടി തന്നെ മാറ്റിവെക്കണം. നിങ്ങൾ ഈ കാണുന്ന പ്രോസസ്സ് തിരിക്കുകയാണെങ്കിൽ, അതായത് ആദ്യം മാത്സ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും സമയം പോകുന്നത് അറിയില്ല. നമ്മൾ മാത്സിന് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എവിടെയും എത്താത്ത പോലെ ഒരു ഫീൽ ഉണ്ടാകും. മാത്സ് ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നു, അപ്പോൾ നമുക്കവിടെ നമ്മൾ ഡേഞ്ചറിലാവുന്നത് നമ്മുടെ കെമിസ്ട്രി ഫിസിക്സുമാണ്. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഫിസിക്സും കെമിസ്ട്രി നമുക്ക് ഡേഞ്ചറിൽ ആവുകയും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്, ആദ്യം കെമിസ്ട്രി വേണം, പിന്നീട് നമുക്ക് ഫിസിക്സും, അവസാനം നമ്മൾ എന്താണ് മാത്സിലേക്കും നീങ്ങണം. ബിഫാം എഴുതുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുന്നത് 90 മിനിറ്റ് മാത്രമാണ്. അതായത് നിങ്ങൾ എഴുതേണ്ടത് ഫിസിക്സും കെമിസ്ട്രി മാത്രമാണ്. നിങ്ങൾക്ക് മാത്സ് എക്സാമിനേഷൻ ആവശ്യമില്ല. ഇപ്പോൾ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് തന്നെ എക്സാം പാറ്റേൺ മനസ്സിലായി കാണും. മൊത്തമായിട്ട് നമുക്ക് 600 മാർക്കിലാണ് എക്സാമിനേഷൻ വരുന്നത്. 150 ക്വസ്റ്റ്യൻസ്, 600 മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ചാണ്. സോ വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിരന്തരമായിട്ട് നിങ്ങൾക്കുള്ള സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മക്കളെ, എല്ലാവരും എക്സാം അതിഗംഭീരമായിട്ട് എഴുതും. ഏറ്റവും ഗംഭീരമായ കോളേജിൽ എല്ലാവർക്കും പഠിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മക്കളെ, സൈനിങ് ഓഫ് അഫ്നാസ് എ കെ ഫ്രം സൈലം.